ഗവേണൻസിനെ പൊതുഭരണത്തിൻ്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും. ട്രഷറി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 20 കോടി വകയിരുത്തും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിന്, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് KFCയുടെ മുൻനിര പദ്ധതിയായ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി ശക്തിപ്പെടുത്തും. പുതിയ MSMEകളെ പിന്തുണയ്ക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംരംഭകർക്ക് 6% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. ആദ്യ 5 വർഷത്തേക്ക് 3% പലിശ ഇളവ് സർക്കാർ നൽകുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് CMEDPക്ക് കീഴിലുള്ള അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 നിന്നും 60 വയസ്സായി ഉയർത്താനും പരമാവധി വായ്പാ തുക നിലവിലുള്ള 2 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 27.7 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ന്യായവില. സംസ്ഥാന വ്യാപകമായി ന്യായവിലയെക്കുറിച്ച് പരാതികളുണ്ട്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കുറവാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്, ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കൂടുതലാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. 2010 നടപ്പിലാക്കിയ ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A പ്രകാരമുള്ള ധാരാളം അപ്പീൽ അപേക്ഷകൾ നിലവിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി പ്രത്യേക അദാലത്തുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും നിലവിലുള്ള എല്ലാ അപ്പീലുകളും 2026 ഒക്ടോബർ 31 തീർപ്പാക്കുന്നതുമാണ്. പേപ്പർ രഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്, വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതില്ലാത്ത രേഖകൾക്ക് ഡിജിറ്റൽ സ്റ്റാമ്പിംഗ് സൗകര്യം വിപുലീകരിക്കുന്നതാണ്. ഈ സ്റ്റാമ്പിംഗ് സംവിധാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലേക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമുള്ള അണ്ടർ വാല്യൂഷൻ കേസുകളുടെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അപ്പീൽ നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം നിർണ്ണയിക്കപ്പെട്ട കുടിശ്ശിക മുദ്രവില അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം അത്തരം കുടിശ്ശിക ബന്ധപ്പെട്ട ആധാരത്തിലെ വസ്തുവിന്മേലുള്ള ബാധ്യതയായി, ചാർജ് ഓൺ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നതാണ്. ഇതുവഴി സർക്കാർ കുടിശ്ശികകൾ കൂടുതൽ ഫലപ്രദമായി ഈടാക്കാൻ കഴിയുന്നതോടൊപ്പം ഭാവിയിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇടപാടിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത്തരം ബാധ്യതകളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും ഉറപ്പിക്കുന്നതാണ്.